Hello, good evening. ഇവിടെ Good evening. ഇത് കുറച്ച് പേര് വാക്കുകളെല്ലാം ചോദ്യം ചെയ്യാത്തത്. അനു, അനൂപ് നേരത്തെ ഉള്ള ക്ലാസ്സിലുണ്ടായിരുന്നോ? അനൂപ്, അനൂപ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഹലോ അനൂപ്, വോയിസ് ക്ലിയർ ആണോ? ക്ലിയറാണ് മാം. അനൂപ് ഇതിന് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടില്ലല്ലോ. ആ, ഓക്കെ ഓക്കെ. ഫാസിൽ, നിഖിൽ, നിങ്ങൾ സെമിനാർ എപ്പോൾ പ്രസന്റ് ചെയ്യും? പിന്നെ ട്രൈ ചെയ്യാം മാം. ഓക്കെ, നിഖിൽ അപ്പോൾ ഇന്ന് പ്രസന്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ ഞാൻ പോകുന്ന മൺഡേ പ്രസന്റ് ചെയ്യും. ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. പൈത്തൺ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇത്രയും ദിവസം നമ്മൾ ചെയ്തത് സാധാരണ പൈത്തൺ പ്രോഗ്രാംസ് ആയിരുന്നു. പക്ഷെ ഇനി മുതൽ നമ്മൾ ചെയ്യുന്നത് എല്ലാം ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ജാങ്കോ ചെയ്യുവാണെങ്കിലും ജാങ്കോയിൽ നിങ്ങൾ എന്താ ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും പൈത്തൺ പ്രോഗ്രാംസ് ചെയ്യുന്നത്. അല്ലാതെ ഡയറക്റ്റ് ഇപ്പോൾ എയിലേക്ക് വാല്യൂ അസൈൻ ചെയ്ത് കൊടുത്തു അത് പ്രിന്റ് ചെയ്തു അങ്ങനെ അല്ലായിരിക്കും. ഒരു ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് കാണും എന്തിനാണ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്, നമുക്ക് അല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമല്ലോ, പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നു നിങ്ങൾക്കൊരു ഡൗട്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പ്രോഗ്രാമിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ നമ്മുടെ ആ പ്രോഗ്രാമിൽ ഒരുപാട് വേരിയബിൾസും അതുപോലെ ഫംഗ്ഷൻസും ഒക്കെ കാണും. ആ ഫംഗ്ഷൻസ് വേരിയബിൾസ് നമ്മൾ കോൾ ചെയ്യുമ്പോൾ മാത്രം നമുക്ക് പ്രിന്റ് ചെയ്ത് വന്നാൽ മതി, അല്ലാത്തപ്പോൾ നമുക്കത് വേണ്ട. അങ്ങനെ നമ്മൾ കോൾ ചെയ്യുന്ന നമ്മളൊരു ഫംഗ്ഷൻ ലൈൻ ഉണ്ട്, ഫംഗ്ഷൻ അങ്ങനെ ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ മാത്രം നമുക്കത് ചെയ്ത് വന്നാൽ മതി, അല്ലാതെ ഒരുപാട് കോഡൊന്നും നമുക്ക് വേണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ സൈസ് ഒന്ന് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫംഗ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫംഗ്ഷൻസ് കോഡ് റൺ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ കോൾ ചെയ്യണം, എങ്കിൽ മാത്രമേ അത് റൺ ആവത്തുള്ളൂ. ഓക്കെ, നമുക്ക് ചെറുതായിട്ടൊന്ന് എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് സിന്റാക്സ് നോക്കാം. അപ്പോൾ ഡെഫ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് തിയറി പഠിക്കേണ്ട, ജസ്റ്റ് പ്രാക്ടിക്കലി മാത്രം നോക്കുക. ഓക്കെ, ഇപ്പോൾ ഫംഗ്ഷൻ എന്താന്ന് ഒരു ഐഡിയ കിട്ടിയോ? ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫംഗ്ഷൻസ്. മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രോഗ്രാമിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളത് കോൾ ചെയ്യുമ്പോൾ മാത്രമേ അത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് കിട്ടൂ, അല്ലാത്തപ്പോൾ നമുക്കത് കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഡെഫ് എന്നുള്ള കീവേഡാണ് നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡെഫ് കൊടുക്കുക, സ്പേസ് കൊടുക്കുക, എന്താണോ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്നത് ആ ഫംഗ്ഷന്റെ പേര് കൊടുക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സിന്റാക്സിൽ കൊടുക്കുവാണ് ഫംഗ്ഷൻ നെയിം. നമ്മൾ ഒരു ഫംഗ്ഷന്റെ നെയിം കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, എന്നിട്ട് ഒരു ഫുൾ കോളൻ കൊടുക്കുക. ഇതാണ് ഫംഗ്ഷന്റെ ഹെഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഹെഡർ ഉണ്ടായിരിക്കണം. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ഫംഗ്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യത്തുള്ളൂ. ഒരു ഡെഫ് എന്നുള്ള കീവേഡ് കൊടുക്കുക, എന്നിട്ട് ഒരു ഫംഗ്ഷന്റെ പേര് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഒരു ഫുൾ കോളൻ കൊടുക്കുക. എന്നിട്ട് ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്രാക്കറ്റിനുള്ളിൽ പാസ് ചെയ്യുന്ന കാര്യത്തിന് പറയുന്ന പേരാണ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ. അത് നമ്മൾ പഠിക്കും, അതെങ്ങനെയാണ് പാസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ബ്രാക്കറ്റിനുള്ളിൽ പാസ് ചെയ്യുന്ന കാര്യത്തിനാണ് നമ്മൾ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നേരത്തെ സിഎസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളതല്ലേ നിങ്ങൾ എല്ലാവരും, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഇത് ജസ്റ്റ് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ ആണ് നമ്മൾ ഈ ബ്രാക്കറ്റിനുള്ളിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫംഗ്ഷന്റെ ഹെഡർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കോഡ് എൻ്റർ ചെയ്യാൻ വേണമെങ്കിൽ
ഫംഗ്ഷൻ കഴിഞ്ഞ് ഒരു ടാബ് സ്പേസ് ഡിസ്റ്റന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാവുള്ളൂ, കോഡ് ഇവിടെ എൻ്റർ ചെയ്യാവുള്ളൂ. ഇവിടെയാണ് നിങ്ങൾ കോഡ് എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് എന്തൊക്കെ കോഡ് ഉണ്ടോ അതെല്ലാം നിങ്ങൾ ഇവിടെ വേണം കോഡ് എൻ്റർ ചെയ്യാനായിട്ട്. ഇവിടെയൊക്കെ നിങ്ങൾ കോഡാണ് എൻ്റർ ചെയ്യേണ്ടത്. ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ട് വേണം കോഡ് കൊടുക്കാൻ. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, ഫംഗ്ഷൻ കോൾ ചെയ്യാനായിട്ട്. ഫംഗ്ഷൻ കോളിംഗ് എന്ന് പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫംഗ്ഷന്റെ കേസിൽ. കാര്യം ഫംഗ്ഷൻ കോൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഫംഗ്ഷന്റെ ഉള്ളിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് അത് പ്രിന്റ് ചെയ്ത് കിട്ടില്ല. ഓക്കെ, ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫംഗ്ഷന്റെ പേര് തന്നെയാണ്. ഡയറക്റ്റ് നമുക്ക് ഫംഗ്ഷന്റെ പേര് യൂസ് ചെയ്ത് ഫംഗ്ഷൻ കോൾ ചെയ്യാം. അപ്പൊ എന്റെ ഫംഗ്ഷന്റെ പേര് എന്താ അവിടെ, ഫംഗ്ഷൻ നെയിം എന്നാണ്. സോ ആ നെയിം അത് തന്നെയാണ് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ഇവിടെ രണ്ട് ഫുൾ കോളനും കൊടുത്തു, ഇവിടെ ഡെഫ് എന്ന് പറഞ്ഞ കീവേഡും കൊടുത്തു. പക്ഷെ നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ രണ്ടിന്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഫംഗ്ഷന്റെ പേര് കൊടുക്കുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫംഗ്ഷന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ സിന്റാക്സിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. സിന്റാക്സ് ക്ലിയർ ആയി. എക്സാമ്പിൾ ഓക്കെ ഓക്കെ, എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം. എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. വളരെ സിമ്പിൾ ആണ്. അതായത് ഞാനൊരു സിമ്പിൾ ആയിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഡെഫ് എന്നുള്ള കീവേഡ് ഫസ്റ്റ് കൊടുത്തു, സ്പേസ് നെക്സ്റ്റ് നമ്മുടെ ഫംഗ്ഷന്റെ ഒരു പേരാണ് കൊടുക്കേണ്ടത്. ഞാൻ ന്യൂ എന്ന് പറയുന്ന ഒരു പേര് കൊടുത്തെന്ന് വിചാരിക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇപ്പൊ ഞാൻ പാരാമീറ്ററും ആർഗ്യുമെന്റും ഒന്നും പാസ് ചെയ്യുന്നില്ല. കാര്യം നമ്മൾ ഫസ്റ്റ് ഒരു സിമ്പിൾ പ്രോഗ്രാം അല്ലേ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ അതൊന്നും പാസ് ചെയ്യാതെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു, ഫുൾ കോളം കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് വേണ്ട കോഡ് എന്താന്ന് വെച്ചാൽ നമുക്ക് അതിനുള്ളിൽ കൊടുക്കാം. ഞാൻ കൊടുക്കുവാണ് പ്രിന്റ് ഓഫ് വെൽക്കം ടു ഓൾ എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഞാൻ ഇന്ന് റൺ ചെയ്ത് നോക്കുവാണേ. നമ്മൾ റൺ ചെയ്ത് നോക്കി. പക്ഷേ നമുക്ക് റൺ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെ കൊടുത്ത പ്രിന്റ് എനിക്ക് അവിടെ വർക്ക് ചെയ്ത് വന്നിട്ടില്ല. നമുക്ക് ഔട്ട്പുട്ടിൽ വന്നിട്ടില്ല. അതിന്റെ റീസൺ എന്താന്ന് ആർക്കെങ്കിലും പറയാവോ? ക്ലാസ് ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടില്ല. ഫംഗ്ഷൻ കോൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഫംഗ്ഷനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ എത്ര റൺ ചെയ്താലും നമുക്കൊന്നും പ്രിന്റ് ചെയ്ത് കിട്ടില്ല. എങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത്? ഇവിടുത്തെ കേസിൽ എങ്ങനെ നമ്മൾ കോൾ ചെയ്യും പറയാവോ? ന്യൂ കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഈ ഫംഗ്ഷൻ ഉള്ളിൽ കൊടുക്കുന്ന കാര്യങ്ങൾ ഒരു ടാബ് സ്പേസ് കഴിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് നേരെ ഡെഫിന്റെ നേരെ താഴെ ആയിരിക്കണം. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, റൺ ചെയ്ത് നോക്കുക. അപ്പൊ റൺ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ പ്രിന്റിനുള്ളിൽ ഫംഗ്ഷനുള്ളിൽ എന്താണോ കൊടുത്തത് അത് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇങ്ങനെയാണ് ഒരു സിമ്പിൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ഫംഗ്ഷൻ ഒരു വട്ടമേ കോൾ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇവിടെ ഒരു വട്ടമേ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളൂ. ഞാൻ ഒരുപാട് വട്ടം ഫംഗ്ഷൻ കോൾ ചെയ്യുവാന്ന് വിചാരിക്കും. നമ്മൾ എത്ര പ്രാവശ്യം ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു അത്രയും പ്രാവശ്യം എന്തൊക്കെ ആ ഒരു പ്രോഗ്രാമിലുണ്ടോ അതെല്ലാം നമുക്ക് എന്ത് ചെയ്തോണ്ടേയിരിക്കും, പ്രിന്റ് ചെയ്തോണ്ടേയിരിക്കും. എത്ര പ്രാവശ്യം കോൾ ചെയ്യുന്നു അത്രയും പ്രാവശ്യം ആ പ്രോഗ്രാമിലുള്ള എല്ലാ കണ്ടന്റും നമുക്ക് പ്രിന്റ് ചെയ്തോണ്ടേയിരിക്കും. അതായത് പ്രിന്റിനുള്ളിൽ എന്തുണ്ടോ അതെല്ലാം നമുക്ക് ഇങ്ങനെ പ്രിന്റ് ചെയ്തോണ്ടേയിരിക്കും. റൺ ചെയ്ത് നോക്കുക. കണ്ടോ, ഇപ്പൊ ഞാനിവിടെ 7 പ്രാവശ്യം ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് 7 പ്രാവശ്യം ഫംഗ്ഷൻ പ്രിന്റ് ചെയ്ത് കിട്ടി. ഫംഗ്ഷനുള്ളിൽ എന്താണോ നമ്മൾ കൊടുത്തത് അത് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടി. ഇത്രയേ ഉള്ളൂ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആയോ? ഒന്ന് ചെയ്ത് നോക്കുക.
ഒന്ന് ചെയ്ത് നോക്കി, തന്നെ ഒന്ന് ചെയ്ത് നോക്കി. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ പാസ് ചെയ്തിട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കാം. പാസിംഗ് ആർഗ്യുമെന്റ്. ഓക്കെ, അപ്പോൾ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ പാസ് ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഫംഗ്ഷനുള്ളിൽ ബ്രാക്കറ്റിനുള്ളിൽ പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഡെഫ് ഗ്രീറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു, ഫുൾ കോളൻ ഇട്ടു. എന്നിട്ട് ഈ ഗ്രീറ്റിനുള്ളിൽ ഞാനൊരു നെയിം പാസ് ചെയ്യുവാണ്. ഒരു നെയിം, ചുമ്മാ ഒരു നെയിം ഇങ്ങനെ പാസ് ചെയ്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഈ പാസ് ചെയ്ത് കൊടുക്കുന്ന എന്താണോ അത് താഴോട്ട് വരുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അതായത് നമ്മൾ എന്താണോ പാസ് ചെയ്യുന്നത് അത് ആ ഫംഗ്ഷനുള്ളിൽ നമുക്ക് അതിനെ വേണം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഒരു വേരിയബിൾ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തോ, കുഴപ്പമില്ല. എന്നിട്ട് ഞാനിവിടെ പ്രിന്റിനുള്ളിൽ കൊടുക്കുവാണ്. വെൽക്കം, വെൽക്കം എന്ന് കൊടുക്കുന്നു. എന്നിട്ട് വെൽക്കമിന്റെ കൂടെ ഞാൻ ആരുടെ പേരാണോ കൊടുക്കുന്നത് അയാളുടെ പേരും കൂടി എനിക്ക് പ്രിന്റ് ചെയ്ത് വെക്കാം. അതായത് ആ പേര് കൊടുക്കാനുള്ള വേരിയബിൾ നമ്മൾ ഗ്രീറ്റിനുള്ളിലേക്ക് പാസ് ചെയ്തിട്ടുണ്ട്. നെയിം എന്നാണ് ആ വേരിയബിളിന്റെ പേര്. അതേ നെയിം തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കാം. ഒരു കോമിറ്റ് സെപ്പറേറ്റ് ചെയ്ത് നെയിം എന്ന് പറഞ്ഞു കൊടുക്കാം. അതായത് നമ്മൾ എന്ത് നെയിം ആണോ കൊടുക്കുന്നത് ആ നെയിം ഇവിടെ വന്ന് പ്രിന്റ് ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന ഗ്രീറ്റ് എന്ന് പറഞ്ഞാണ്. സോ ഞാൻ ഗ്രീറ്റ് എന്ന് പറഞ്ഞ് കോൾ ചെയ്തു. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർക്കുക, നമ്മൾ ഈ മേളിൽ നിന്ന് പാസ് ചെയ്യുന്ന ഈ നെയിമില്ലേ, അത് നമ്മൾ എന്തെങ്കിലും നമ്മൾ ഈ മേളിൽ നിന്ന് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് ചെയ്യുക, അത് കൊടുക്കുക. അപ്പൊ ഞാനിവിടെ ഡയറക്റ്റ് പേരായിട്ടാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഞാൻ പൈത്തൺ എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. എന്നിട്ട് ഞാൻ റൺ ചെയ്യുക. അപ്പോഴേക്കും അവിടെ വന്നുണ്ടോ വെൽക്കം പൈത്തൺ എന്ന് പറഞ്ഞു വന്നു. ഇനി നമ്മൾ വേറെ എന്തെങ്കിലും പേര് കൊടുക്കുകയാണെങ്കിൽ അത്രയും പേര് അവിടെ എന്തായിക്കൊണ്ടേയിരിക്കും, ഡിസ്പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ നിങ്ങളൊരു കാര്യം ഓർക്കുക, വളരെ സിമ്പിൾ ആണ്. ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കും കുറച്ച് പാടാണ്, പക്ഷെ വളരെ സിമ്പിൾ ആണ്. കാരണം നമ്മൾ എത്ര പേര് ഇങ്ങനെ കൊടുക്കുന്നു അത്രയും പേര് അവിടെ അതുപോലെ അനുസരിച്ച് പ്രിന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ പാരാമീറ്റർ യൂസ് ചെയ്തിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഇങ്ങനെ കൊടുക്കാതെ നമുക്ക് ഒരു യൂസർ ഇൻപുട്ട് യൂസ് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിക്കുക. ഓക്കെ, യൂസർ ഇൻപുട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം അതുകൂടി ഒന്ന് നോക്കി വെക്കാം. അപ്പൊ ഈ ഒരു ഫംഗ്ഷന്റെ ഹെഡർ തന്നെ ഞാൻ എടുക്കുന്നു. എന്നിട്ട് ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് അതിന് യൂസർ ഇൻപുട്ട് യൂസ് ചെയ്ത് ചെയ്യുവാണ്. സെയിം ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഒക്കെ തന്നെ കൊടുക്കുന്നു. എന്നിട്ട് നെയിമിനെ ഇവിടെ തന്നെ എന്ത് ചെയ്യുന്നു, ഇൻപുട്ട് ചെയ്യുന്നു. നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു, എന്നിട്ട് അതിലേക്ക് ഇൻപുട്ട് നെയിം എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഗ്രീറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. എന്നിട്ട് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ നെയിം ഇവിടെ പാസ് ചെയ്തില്ല. നെയിം ചോദിച്ചിട്ടുണ്ട്. നെയിം ഞാൻ ഇവിടെ നീതു എന്ന് കൊടുക്കുന്നു. അപ്പൊ വെൽക്കം നീതു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ യൂസർ ഇൻപുട്ട് യൂസ് ചെയ്ത് ആർഗ്യുമെന്റ് പാസ് ചെയ്ത് ചെയ്യുന്നത്. ഇത് രണ്ടും ക്ലിയർ ആയോ? ഇല്ല, ഈ നെയിമിന് ടാബ് സ്പേസ് കൊടുക്കണ്ട. അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ചെയ്യാം. പക്ഷെ ചില കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും.
ഓക്കെ മാം, ക്ലിയർ ആയി. ഓക്കെ, ചെയ്ത് നോക്കുക. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ ആണോ? കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തു മാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് നമ്പർ ആഡ് ചെയ്ത് നോക്കാം. യൂസർ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് രണ്ട് നമ്പർ ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളൊരു കാര്യം ഓർക്കുക, മേളിൽ നിന്ന് ഇതുപോലെ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഇൻപുട്ട് കൊടുക്കുമ്പോഴേക്കും ഈ ഒരു ടാബ് സ്പേസ്, അതായത് ഇതിന്റെ നേരെ തന്നെ കൊടുക്കാവും. ഓക്കെ, ഞാൻ നേരത്തെ ചെയ്ത പോലെ കൊടുക്കരുത്. ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ കൊടുക്കാവും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യും നോക്കാം. ഡെഫ് ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ കൊടുത്തു. എന്നിട്ട് ഇതിൽ ആർഗ്യുമെന്റ് ഒന്നും പാസ് ചെയ്യുന്നില്ല. ആർഗ്യുമെന്റ് പാസ് ചെയ്യാതെ തന്നെ ഞാൻ രണ്ട് നമ്പർ ആഡ് ചെയ്യാൻ പോവാം. ഇത് ഡയറക്റ്റ് കൊടുക്കും എക്സ് ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട് എന്റർ ദി നമ്പർ. ഓക്കെ, അതുപോലെ സെക്കൻഡ് നമ്പറും കൂടി ഇൻപുട്ട് ചെയ്യും. y ഈക്വൽ ഇൻറ്റ് ഇൻപുട്ട് ഓക്കെ, രണ്ട് നമ്പർ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് നമ്പർ യൂസ് ചെയ്ത് ചെയ്യേണ്ട ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. ഞാൻ സം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് എക്സിനെയും വൈനെയും തമ്മിൽ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഞാൻ അത് പ്രിന്റ് ചെയ്യുന്നു. പ്രിന്റ് സം ഈസ് എന്ന് പറഞ്ഞ് സം പ്രിന്റ് ചെയ്ത് വെക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഇവിടുത്തെ കേസിൽ ഞാൻ ഫംഗ്ഷന്, നമ്മുടെ ഫംഗ്ഷന്റെ പേര് ആഡ് എന്നാണ്. ആഡ് എന്ന് പറഞ്ഞ് ഫംഗ്ഷനെ ജസ്റ്റ് കോൾ ചെയ്യും. റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്പർ ചോദിച്ചിട്ടുണ്ട് 8 കൊടുത്തു. സെക്കൻഡ് നമ്പർ ചോദിച്ചിട്ടുണ്ട് 5 കൊടുത്തു. 8+5 എന്ന് പറയുന്നത് 13 ആണ്. സോ നമുക്ക് 13 ഇവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻപുട്ട് ചെയ്യുമ്പോഴേക്കും ഇതിന്റെ നേരെ തന്നെ ചെയ്യുക. അല്ലാത്ത കേസിൽ നമ്മൾ ആർഗ്യുമെന്റ് കൊടുക്കാത്ത കേസിലാണ് ഡയറക്റ്റ് നമുക്ക് ഫംഗ്ഷന്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻപുട്ട് ചെയ്യാം. ഈ ഒരു ഡിഫറൻസ് കൂടി മനസ്സിലാക്കി ചെയ്തു പോവുക. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ.
ഓക്കെ. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു മെത്തേഡ്, രണ്ട് മെത്തേഡ് ഒരു ഫംഗ്ഷനിൽ കൊടുത്ത് ചെയ്ത് നോക്കാം. അതായത് നമുക്ക് ഒരു സ്ട്രിങ്ങിനെ അപ്പർ കേസിലോട്ടാക്കി കൺവേർട്ട് ചെയ്യുകയും വേണം, അതുപോലെ ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് കൂടി കണ്ടുപിടിക്കണം. അപ്പൊ അത് രണ്ടും നമുക്ക് രണ്ട് ഫംഗ്ഷനിലിട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഡെഫ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രിങ്ങിനെ ഇൻപുട്ട് ചെയ്യുന്നു. അപ്പൊ ടെക്സ്റ്റ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റർ ദി സ്ട്രിങ്. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഈ സ്ട്രിങ്ങിനെ അപ്പർ കേസിലോട്ടാക്കി കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ അതിന്റെ ലെങ്ത് കണ്ടുപിടിക്കും. ഓക്കെ. അപ്പൊ എങ്ങനെ ചെയ്യും, എങ്ങനെയാണ് സ്ട്രിങ്ങിനെ അപ്പർ കേസിലോട്ടാക്കി കൺവേർട്ട് ചെയ്യുന്നത്? യു എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഞാൻ എടുത്തു. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ ടെക്സ്റ്റ് ഡോട്ട് അപ്പർ എന്ന് പറഞ്ഞ മെത്തേഡ് കൊടുത്തു. അതുപോലെ ഈ ടെക്സ്റ്റിന്റെ ലെങ്ത്തും കൂടി കണ്ടുപിടിക്കണം. അപ്പൊ എൽ എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ ടെക്സ്റ്റ് ഡോട്ട് ലെൻ എന്ന് പറയുന്ന len ഓഫ് ടെക്സ്റ്റും കൂടി ഇപ്പൊ രണ്ട് മെത്തേഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ പ്രിന്റ് ചെയ്യണം. അപ്പർ കേസിലോട്ടാക്കി കൺവേർട്ട് ചെയ്തതും അതുപോലെ തന്നെ ഇത് നമുക്ക് പ്രിന്റ് ചെയ്യണം. നമുക്കത് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് upper is യുയിലാണ് അപ്പർ കേസ് ഇരിക്കുന്നത്, യു കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ലെങ്ത്തും കണ്ടുപിടിക്കണം. സോ പ്രിന്റ് കൊടുക്കുക ലെങ്ത് ഈസ് എന്ന് പറഞ്ഞ ലെങ്ത്തും നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുക. എല്ലിലാണ് ലെങ്ത് ഇരിക്കുന്നത്, എല്ലും കൂടി കൊടുത്തു. എന്നിട്ട് അത് പ്രിന്റ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുക. ഫംഗ്ഷൻ കോൾ ചെയ്തില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടില്ല. ടെക്സ്റ്റ് എന്നാണ് നമ്മുടെ ഫംഗ്ഷന്റെ പേര്. അത് യൂസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്തു, ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. സ്ട്രിങ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ജാങ്കോ എന്ന് കൊടുക്കുന്നു. അപ്പൊ ജാങ്കോനെ നമുക്ക് അപ്പർ കേസിലോട്ടാക്കി കൺവേർട്ട് ചെയ്ത് കിട്ടി. പ്ലസ് ആ ജാങ്കോടെ ലെങ്ത് നമുക്ക് കിട്ടി, 7 എന്നുള്ള ലെങ്ത് നമുക്ക് കിട്ടി. അത് രണ്ടും നമ്മൾ ഒറ്റ ഫംഗ്ഷനിൽ വിളിച്ചു. എന്നിട്ട് ഒറ്റ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയോ നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊക്കെ?
ഓക്കെ ആയോ? ഓക്കെ ആയെങ്കിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഇടാം. ഇത് ചെയ്ത് നോക്കുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് നോക്കുക. അതിനിടയ്ക്ക് മറ്റേ ആൾ പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ ആണോ? ഫങ്ഷൻസ് ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തത് ഒരു ഫംഗ്ഷൻ ആണ്. ചുമ്മാ നമ്മൾ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫംഗ്ഷൻ റിട്ടേൺ ടൈപ്പിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും. ഓക്കെ. ഇതൊക്കെ തന്നെ നമ്മൾ ഫംഗ്ഷൻ റിട്ടേൺ എന്ന് പറഞ്ഞൊരു കീവേഡ് യൂസ് ചെയ്ത് ചെയ്യും. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ബെറ്റർ എന്ന് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്ത് ചെയ്യാം. രണ്ട് രീതിയിലും ഫംഗ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞത് ഇതാണ്. പിന്നുള്ളത് വേറെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ. അപ്പൊ ഈ ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് ചെയ്യാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഇവിടെ ഇടാം. അത് നിങ്ങൾ അസൈൻമെന്റ് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഹോംവർക്ക് ആയിട്ട് ചെയ്ത് ഗ്രൂപ്പിൽ ഇടുകയോ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യുകയോ ചെയ്യണം. ഓക്കെ. അപ്പൊ ഇപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പ്രസന്റ് ചെയ്യണേ. എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ എന്റെ ഷെയർ സ്ക്രീൻ തരാം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓക്കെ ആയിട്ട് ഫംഗ്ഷൻസ് പഠിച്ചിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. ഓക്കെ. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയുക. നമ്മൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ ക്വസ്റ്റ്യൻ ആയിട്ട്.
കംപ്ലീറ്റ് ചെയ്തോ? ഈ പ്രോഗ്രാം എല്ലാരും കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രസന്റ് ചെയ്തോളൂ നിഖിൽ. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവർ ഈ ക്വസ്റ്റ്യൻസ് ഇത്രയൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നിഖിൽ എന്താ പ്രസന്റ് ചെയ്യാത്തെ? ഓക്കെ, അപ്പൊ നിഖിൽ ഒരു 5 ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ആ 5 ഫങ്ഷൻസും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഏത് ടോപ്പിക് ആയിരുന്നു കിട്ടിയേ? സെറ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ, ഓക്കെ ആണ്. സ്ക്രീൻ ഓക്കെ ആണ്. അതൊന്നും കുഴപ്പമില്ല എനിക്ക്. ഓക്കെ ആണ്. കണ്ണു വയ്യ, ചെറുതൊരു ഇഞ്ചറി പറ്റിയിട്ടുണ്ടപ്പോ ടൈപ്പിംഗ് സ്ലോ ആയിരിക്കും. ആണോ? എന്ത് പറ്റി കണ്ണിന്? അല്ല, വണ്ടി ഓടുന്ന സമയത്ത് ചെറിയൊരു പൊടി വെക്കണം. ഹോസ്പിറ്റലിൽ പോയിട്ട് ഓ, ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊ പ്രസന്റ് ചെയ്യാൻ? ഇല്ല ഇല്ല അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇല്ല ഇല്ല കുഴപ്പമില്ല. ആ ഓക്കെ ഓക്കെ, അതാ. അത് കുഴപ്പമില്ല, സ്റ്റാർട്ട് ചെയ്തോളൂ. പൈത്തണിലെ ഡാറ്റ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഡാറ്റ സ്ട്രക്ചേഴ്സിലെ ഒരു പോയിന്റിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതായത് ഡാറ്റ സ്ട്രക്ചേഴ്സിൽ ഏകദേശം 4 ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിൽ ലിസ്റ്റാണ് എനിക്ക് കിട്ടുന്ന ടോപ്പിക്. ഇപ്പോൾ ലിസ്റ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 14 ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഇതുണ്ട് ലിസ്റ്റിൽ. നമുക്ക് ലിസ്റ്റിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു മൾട്ടിപ്പിൾ കൈൻഡ് ഓഫ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ലിസ്റ്റ്. അപ്പൊ അതില് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടും മൾട്ടിപ്പിൾ ആയിട്ടും ഒരേ സോറി ഇത് സെയിം ആയിട്ട് ക്യാരക്ടേഴ്സ് നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും ഒരു ലിസ്റ്റിൽ തന്നെ മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ്. പിന്നെ സ്റ്റാർട്ട് ചെയ്യും. ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റ് നമുക്ക് പോയിന്റ് ചെയ്യും ലീൻ മെത്തേഡ്.
ലിൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ലിസ്റ്റിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് നമ്മളിപ്പോൾ ലിൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ലിസ്റ്റിനെ എപ്പോഴും നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ആണെങ്കിൽ ജസ്റ്റ് അതിനെ നമ്മൾ നോർമലി ലിസ്റ്റിനെ അതേപോലെ പ്രിന്റ് ചെയ്യുവാനായിട്ട് ഫ്രണ്ട് ഓഫ് അതായത് ലിസ്റ്റിനെ നമ്മൾ ഫ്രണ്ടിലേക്ക് ഫോളോ ചെയ്താൽ മാത്രം മതിയാകും. ജസ്റ്റ് അതേപോലെ ലിസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഫ്രണ്ടിനകത്ത് അതായത് ലെങ്ത് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് ആണ് ലെൻ. അപ്പോൾ ലെന്നകത്ത് ഏത് ലിസ്റ്റാണോ നമുക്ക് ലിസ്റ്റിൽ ലെങ്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതിന്റെ അതിന്റെ ഫോളോ ചെയ്തു. അപ്പോൾ എന്റെ ലിസ്റ്റിൽ അതായത് 3 ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്, 3 സെൻറ്റൻസ് ആണ്. അപ്പോൾ അതിൽ എത്രയാണോ അതിന്റെ ലെങ്ത് അത് ഫോളോ ചെയ്തത്. നെക്സ്റ്റ് കോപ്പി മെത്തേഡാണ്. അതുപോലെ നമുക്ക് സെയിം അതേപോലെ ലിസ്റ്റ് ഞാൻ ഫസ്റ്റ് കൊടുത്ത ലിസ്റ്റ് തന്നെ ഒന്ന് കൊടുക്കുക. ഇതേ സെയിം ലിസ്റ്റിനെ അതായത് ലിസ്റ്റ് സെയിം ലിസ്റ്റിനെ കോപ്പി ചെയ്ത് സെക്കൻഡറി ആയിട്ട് കാണിക്കുന്നത് തന്നെയാണ് നമുക്ക്. അതായത് ഒരു ലിസ്റ്റിനെ കോപ്പി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കോപ്പി മെത്തേഡ് യൂസ് ചെയ്യും. അപ്പൊ ഞാനത് ഞാൻ വേറെ ദിവസം ചെയ്താൽ മതിയാവും. ആണോ? കുഴപ്പമില്ല. കോപ്പി മെത്തേഡും കൂടി പറഞ്ഞ 2 മെത്തേഡും കൂടി ഒന്ന് പറഞ്ഞത് മാറ്റുവാണെങ്കിൽ പിന്നീട് നിഖിലിന് കുഴപ്പമില്ലായിരിക്കുമല്ലോ. സി എന്ന് പറയുന്ന ഒരു വേരിയബിളില് കണ്ടോ? അത്രേ ഉള്ളൂ. കുഴപ്പമില്ല. നേരത്തെ ചെയ്തത് അവിടെ നോക്കി ചെയ്തോ, കുഴപ്പമില്ല. കോപ്പി ചെയ്ത് വെച്ചാൽ മതിയല്ലോ. കോപ്പി ചെയ്യാനായിട്ട് നമ്മൾ അതിനെ വേറൊരു ഫോളോ ചെയ്യാം. ജസ്റ്റ് അതായത് ഓരോത്തിലേക്ക് കോപ്പി ചെയ്തിട്ട് അത് രണ്ടാമത് പ്രിന്റ് ചെയ്യുന്ന ഈക്വൽ ടു അതായത് എൽ എന്ന് പറയുമ്പോൾ നമ്മൾ ലിസ്റ്റ് ആണ്. നമുക്ക് അപ്പോ അതിനെ വേറെ നമ്മൾ കോൾ ചെയ്ത് അതിനെ നമുക്കൊന്ന് പ്രിന്റ് ചെയ്തെടുക്കാനായി പ്രിന്റ് ഓഫ് പ്രിന്റ് ഓഫ് സി കൊടുക്കണം. കോപ്പി ഓക്കെ. സെയിം നമ്മളെ ലിസ്റ്റ് തന്നെ അതുപോലെ കോപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ ആണ്, കോപ്പി മെത്തേഡ് ഓക്കെ ആണ്. അടുത്ത മെത്തേഡ് നെക്സ്റ്റ് വന്നിട്ട് അപ്പൻ മെത്തേഡ്. അപ്പൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിലേക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് ഒരു ക്യാരക്ടറിനെ ചെയ്യാനായിട്ട്
യൂസ് ചെയ്യുന്നതാണ് അപ്പൻ മെത്തേഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് അഡീഷണൽ സബ്സ്റ്റൻസ് ആണ് അതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് അത് നമുക്ക് അപ്പൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ടൈപ്സ് ആഡ് ചെയ്ത് നമുക്കത് കാണിച്ചു തരും. പ്രിന്റ് കൊടുക്കൂ, പ്രിന്റ് ചെയ്ത് കാണണ്ടേ? കുഴപ്പമില്ല. ലിസ്റ്റിന്റെ മെത്തേഡ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു അപ്പൻ മെത്തേഡിൽ വരുമ്പോഴത്തേക്കും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും അത് ആഡ് ആവും. അതുപോലെ തന്നെയാണ് റിമൂവ് മെത്തേഡ്. നമുക്ക് ഉള്ള ലിസ്റ്റിന്റെ ഒരു സബ്സ്റ്റൻ ഒരു എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാനായിട്ടാണ് റിമൂവ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഏത് സബ്സ്റ്റനാണ് നമുക്ക് റിമൂവ് ചെയ്യാനുള്ളത് അതിന്റെ പേര് ബ്രാക്കറ്റ്സിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കതൊന്ന് ഫോളോ ചെയ്യണം. കാരണം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ഏതാണ് റിമൂവ് ചെയ്യേണ്ടത് റിമൂവ് ആയിട്ട്. നെക്സ്റ്റ് മെത്തേഡ് ഇൻസേർട്ട് മെത്തേഡ്. നമ്മൾ അപ്പൻ മെത്തേഡിൽ ഒരു സബ്സ്റ്റൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് അതിന്റെ ലാസ്റ്റ് അതിന്റെ എൻഡിലേക്കായിരിക്കും നമ്മൾ ആഡ് ചെയ്ത് ഇൻസേർട്ട് മെത്തേഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് പൊസിഷനിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യാനുള്ളത് അവിടേക്ക് കറക്റ്റ് നമുക്ക് നമുക്ക് ഫസ്റ്റ് കൊടുക്കേണ്ടത് അത് ഏത് പൊസിഷനിലേക്കാണ് ആഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്. വണ്ണിലേക്ക് കൊടുക്കുകയാണ്. എന്താണോ നമുക്ക് ആഡ് ചെയ്യേണ്ടത് അത് നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏത് ആയിട്ടുള്ള ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് പൊസിഷനിൽ നമ്മൾ ടൈപ്സ് ആഡ് ആയിട്ടുണ്ട്. നമ്മുടെ പൈത്തണിൽ വരുമ്പോഴത്തേക്ക് ലൈൻസ് കൗണ്ട് എടുക്കുമ്പോഴത്തേക്ക് 0, 1, 2, 3 എന്ന് വരുമ്പോൾ അതായത് വരുമ്പോൾ ഫസ്റ്റ് പൊസിഷനിലാണ് ടൈപ്സ് ആഡ് ആയിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് ഇൻഡെക്സ് മെത്തേഡ് ആണ്. ഇൻഡെക്സ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഒരു എലമെന്റിന്റെ പൊസിഷൻ അറിയാൻ വേണ്ടി കുഴപ്പമില്ല, ഇത്രയും മെത്തേഡ്സ് മതി. ഓക്കെ, താങ്ക് യു നിഖിൽ. അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട് അല്ലേ ഫസ്മിന? അതെ
ക്ലിയർ ആയിട്ട് തന്നെ എടുക്കാം. ഓക്കെ ആണേ നിഖിൽ. ഇതിപ്പോ ഇന്ന് തന്നെ കഴിയുവാണെങ്കിൽ